കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ ഡ്യൂഡ് പോലത്തെ പടങ്ങളൊക്കെ വിജയിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഈ ബൈസൺ പോലത്തെ പടങ്ങളൊന്നും വിജയിപ്പിക്കുന്നില്ല എന്ന്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നിയ ഒരു പടമുണ്ട്. അതാണ് ബ്ലാക്ക്. 2024 തമിഴിൽ ഇറങ്ങിയ ഒരു പടമാണ്. ജീവയാണ് അഭിനയിച്ചിരിക്കുന്നത്. ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആദ്യത്തെ പടമായിരുന്നു. വളരെ നല്ലൊരു പടമായിരുന്നു. പക്ഷെ ആരും അതിനെക്കുറിച്ച് അങ്ങനെ അധികം സംസാരിച്ചില്ല. അന്ന് കുറച്ചൊക്കെ സംസാരിച്ചു. ഞാൻ ആ പടം കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് പടം കൊഹറൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ തനി അഡാപ്റ്റേഷനാണ്. അത് ഒഫീഷ്യൽ റീമേക്ക് തന്നെയാണ് ആ പടം. പക്ഷെ കൊഹറൻസ് കണ്ട് വണ്ടർ അടിച്ച എല്ലാവർക്കും ആ പടം കണ്ടിട്ട് മനസ്സിലാവാത്തവർക്കും ഈ പടം ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. സംവിധാനം ഈ പടത്തിനകത്ത് വളരെ ലൈറ്റ് ആയിട്ട് ആ കഥ പറഞ്ഞു തരുന്നുണ്ട്. കൊഹറൻസ് എന്ന് പറഞ്ഞത് ഒരു 3-4 പേര് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നതും അവിടെ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു അത്രയും യൂണിവേഴ്സ് 5 ഡയമെൻഷനാണ് കാണിക്കുന്നത്. അത്രയും പേര് ഓരോ തവണ വരുന്നതൊക്കെ ആയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഇവരാകെ 2 പേരെ കാണിക്കുന്നുള്ളൂ. ഒന്ന് ജീവനെയും പിന്നെ നായികനെയും മാത്രം, അവന്റെ വൈഫിനെയും മാത്രമാണ് കാണിക്കുന്നുള്ളൂ, പ്രിയഭവാനി ശങ്കർ. ഈ 2 പേരുടെ ആ ഒരു ഇതാണ് മൊത്തം കാണിക്കുന്നത്. അവരും 2 പേരെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ പല റിയാലിറ്റികളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കഥയായിരുന്നു കൊഹറൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ. ഇതിലോട്ട് വരുമ്പോൾ ഈ 2 പേര് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നീറ്റായിട്ടിരുന്ന് കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് കഥ പോകുന്നത്. ക്ലൈമാക്സ് ആണെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ രീതി തന്നെയാണ്. അതുകൊണ്ട് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നും പറയുന്നുമില്ല. ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പടം എന്തുകൊണ്ടോ അന്ന് ബോക്സ് ഓഫീസിൽ അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല. എല്ലാവരും അറിഞ്ഞു പോലും, കുറേ പേരൊന്നും അറിഞ്ഞിട്ട് പോലില്ല എന്നോണം ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് തന്നെ. വളരെ നല്ലൊരു പടമാണ്. ഈ പറയുന്ന ഡ്യൂഡൊക്കെ കണ്ട് പിന്നെ 2 കാറ്റഗറിയാണ്. ഡ്യൂഡ് എന്റർടൈൻമെന്റ് ആണ്, മറ്റേത് അത്ര എന്റർടൈൻമെന്റ് ഒന്നുമല്ല. അത് കുറച്ച് സയൻസ് ഫിക്ഷൻ ആണ്. അത് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ അതിന് സീരിയസ് സ്വഭാവമായിരിക്കും ആ പടത്തിന് മൊത്തം. അതൊരു കോമഡി പടമല്ല. ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞ കോമഡി പടമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇപ്പോൾ ബൈസൺ എന്ന് പറഞ്ഞ പടം അത് വേറൊരു ഇതിൽ വരുന്ന പടമാണ്. അത് ഒരിക്കലും ഒരു കോമഡി എന്റർടൈനർ അല്ല. അപ്പോൾ ആൾക്കാർക്ക് കൂടുതലും കോമഡി എന്റർടൈനർ ആണ് ഇഷ്ടം. അതാണ് കാണാൻ താല്പര്യം. പക്ഷേ ഇങ്ങനത്തെ പടം ഒന്ന് കണ്ടു നോക്കുക. ഈ കോഹറൻസ് കണ്ടിട്ട് മനസ്സിലാവാത്തവർ ഈ പടം ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇങ്ങനത്തെ തമിഴ് പടമല്ലേ, അതൊക്കെ ചുമ്മാ കണ്ട കത്തിയും പരിപാടികളൊക്കെയാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരും ഇങ്ങനത്തെ പടങ്ങളൊന്നും കണ്ടു നോക്കുക. ഇതുപോലത്തെ അണ്ടർറേറ്റഡ് ജെംസ് ഒക്കെ ഒരുപാട് പടങ്ങൾ തമിഴ്നാട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ കുറേ പടങ്ങൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ നമ്മളത് പൊക്കി പിടിക്കുന്നതല്ല, നമ്മളൊക്കെ കണ്ട് ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നല്ല പടമാണ്. എന്നിട്ട് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ അടുത്ത പടമായിട്ട് പിന്നെ കാണാം.